മലയാള ചെറുകഥാ സാഹിത്യത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ രഘുനാഥ് പലേരി അദ്ദേഹം എഴുതിയ ഒരു സിനിമയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തിരക്കഥ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് സംവിധാനം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ദിവസം മദ്രാശിയിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് രഘു പറഞ്ഞു, ഞാനൊരു കഥ പറയാം, പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ. അപ്പോൾ അന്ന് അതിൽ നായകനായി അഭിനയിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് മോഹൻലാലിനെയാണ്. ഞാനതിൽ ദുബായിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് പിൽക്കാലത്ത് ജയറാമാണ് ചെയ്തത്. എന്തുകൊണ്ടോ രഘുവിന് സംവിധാനം ചെയ്യാൻ സാധിച്ചില്ല ആ സിനിമ. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സത്യൻ അന്തിക്കാട് ഈ സിനിമയാക്കാൻ പുള്ളിക്ക് താല്പര്യം ജനിക്കുന്നതെല്ലാം. രഘുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് മോഹൻലാലിനെ തന്നെയാണ് സത്യനും നായകനാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആണ് ഇന്നസെൻ്റ് ഈ കഥ കേൾക്കുന്നത്. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഈ കഥയിൽ തട്ടാനായിട്ട് അഭിനയിക്കാൻ മോഹൻലാലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതൊരു ഹെവി വെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസനാണ് കൂടുതൽ നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇന്നസെൻ്റ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും രഘുനാഥ് പിന്നെ സത്യൻ അന്തിക്കാടും എല്ലാം അതിനെപ്പറ്റി മാറ്റി ചിന്തിച്ചു തുടങ്ങി.